ഇരിക്കൂ. അല്ല അല്ല മുമ്പ് ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞിരുന്നില്ല നമ്മുടെ ആ ജീവന്റെ കേസിൽ നിങ്ങളാണ് ഹാജരാകിടുന്നത്. അല്ല പുറമേ നിൽക്കുന്നവരൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ലുക്ക്, എന്റെ പ്രൊഫഷനിൽ എനിക്ക് പല കേസുകളുമായി കോടതിയിൽ ഹാജരാകേണ്ടി വരും. എന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് വാദിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. ഓ, അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, നിങ്ങളുടെ ജയം നിങ്ങൾ ആഘോഷിച്ചോ. പക്ഷേ വക്കീലന്മാർ പലപ്പോഴും വിജയം ആഘോഷിക്കുമ്പോൾ സത്യം അതിനകത്ത് എവിടെയെങ്കിലും തകർന്നഴിഞ്ഞ് കിടപ്പുണ്ടാവും. ഇതൊക്കെ കോടതിയിൽ ഉണ്ടായ കാലം മുതലുള്ള പഴഞ്ചൊല്ലല്ലേ ഹരി. കമോ, നമുക്കിപ്പോഴത്തെ കാര്യം സംസാരിക്കാം. എന്നെ വിളിപ്പിച്ച കാര്യം. അല്ല വിളിപ്പിച്ചത് കല്യാണി മോളുടെ കാര്യം പറയാനാ. ആ, ഈ കേസുണ്ടാവുന്നതും കുഞ്ഞ് കോടതി നിൽക്കുന്നതൊക്കെ ഭാവിയിൽ ആ കുഞ്ഞ് മനസ്സിനെ ബാധിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി ഇല്ലയോടാ. അതുകൊണ്ട് കേസിനെങ്ങോട്ട് പിന്മാറാനാ ഞങ്ങളുടെ തീരുമാനം. ആ, കുഞ്ഞിനെ വിട്ടുതരാം, പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്, പറയൂ. ആ, ഇത്രയും കാലം അവളെ വളർത്തിയ ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റണം. ആ, പിന്നെ ആ വീണയും ഹരിയും തമ്മിൽ ഇനിയും പിരിഞ്ഞിട്ടില്ലാത്തൊരു ഒരു വിവാഹം ഉണ്ടല്ലോ. അവരിപ്പം വേറൊരാളോട് ജീവിക്കുകയാണല്ലോ. ആദ്യം ഇവർ തമ്മിലുള്ള ബന്ധം ഒഴിയണമല്ലോ. ആ, അവർക്കും അതിനെ നല്ലത്. അടുത്ത കാര്യം കുഞ്ഞിന്റെ സെക്യൂരിറ്റിയാ. വീണ് കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല. ഇത്രയും കാര്യങ്ങൾ സമ്മതമാണോ? അതെ, സമ്മതമാണെങ്കിൽ അവർക്ക് 2 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ കൊണ്ടുപോകാം ഇല്ലയോടാ.